മാധവ് അശ്വന്ത് ഗോക്കിന്റെ പ്രതികരണം കേട്ട് കാണും. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഒരു പക്ഷേ അത് അല്പം കടുത്ത പ്രതികരണമാണ്. നമുക്കതൊന്നും നമ്മുടെ ഈ ചാനലിലൂടെ ഒന്നും പുറത്തുവിടാൻ പറ്റില്ല. അത്രത്തോളം മോശ ഭാഷയിലായിരുന്നു. എന്താണ് മാധവനത് കേട്ടപ്പോ തോന്നിയത്? എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. അത്യാവശ്യം തെറിവിളി ഞാൻ വീണ്ടും കേൾക്കേണ്ടി വന്നു. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. അശ്വന്ത് കോക്ക് അല്ല വിളിച്ചത്, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. നമ്മൾ ആ പ്രസ് മീറ്റിൽ പോയ സമയത്ത്, അതായത് എന്റെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന്, എന്റെ സിനിമയുടെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യം, അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത് ഒരാൾ നമ്മളെ വിളിച്ചായിരുന്നു. പണ്ടിക്കരിമ്പാറ എന്റെ ഏത് ആൾക്കാരെ കോക്കേട്ടാ, ഈ ആൾക്കാര് ആരെങ്കിലും നിങ്ങളുടെ പേരുപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സത്യാവസ്ഥ കണ്ടുപിടിച്ച് നിങ്ങളുടെ പേരും കൂടെ സംരക്ഷിക്കാനുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? എനിക്ക് ഏത് ആൾക്കാരെ, ഞാൻ തനിയാൾ. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. എന്തെങ്കിലും ഒരാള് വിളിച്ച് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, അശ്വന്ത് കോക്ക് 1 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആള് നെഗറ്റീവ് റിവ്യൂ ഇടൂല, നിങ്ങൾ ആലോചിച്ച് കാര്യം പറയുക. അയാൾ അവനെ തേടി നടക്കായിരുന്നോ എന്തൊക്കെയോ കൊണാന്ന് പറയുന്നു സാർ. ഇവൻ പറയുന്നത് നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ വടി പിടിക്കും. അശ്വന്ത് കോക്ക് അല്ല വിളിച്ചത്, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഒരിടത്തും അശ്വന്ത് കോക്ക് കാശ് വാങ്ങിയെന്നോ നമുക്ക് കൊടുക്കേണ്ടി വന്നെന്നോ അശ്വന്ത് കോക്ക് നേരിട്ട് വിളിച്ചെന്നോ ഐ ഡോണ്ട് തിങ്ക് എനി വൺ. അപ്പൊ അശ്വന്തിന്റെ പേരിൽ ആരെങ്കിലും ഒക്കെ വിളിക്കാം. നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ഫേക്ക് കാര്യങ്ങളും അറിയാവുന്ന, ഞാനും മാധവനും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പരസ്യമായിട്ടൊരു പക്ഷെ അശ്വന്തിന്റെ പേര് കൂടി ഒരു അഭിമുഖത്തിൽ വരുമ്പോൾ അയാൾക്ക് വേദന ഉണ്ടായി കാണും. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഗതിയിലായത്. അയാളെ സംബന്ധിച്ചാണല്ലോ അതങ്ങനെ പ്രചരിച്ചത്. അശ്വന്ത് കോക്ക് പണം വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അത് അയാൾക്ക് വേദന ഉണ്ടായി കാണും. സംശയമില്ലാത്ത കാര്യമാണല്ലോ. ഇനി മേലാൽ ഈ വക പരിപാടിയായിട്ട് എങ്ങാനും ഈ വഴി വന്നാൽ അടിച്ചതിന്റെ മോമ്പേറെ ഷേപ്പ് പറ്റുന്നല്ലേ? അതെ, അതൊക്കെ കുഴപ്പമില്ല. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടു.